നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. എല്ലാവർക്കും ഈ ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറഞ്ഞ പ്രീമിയത്തിൽ നിറച്ച് ലാഭം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഒരു 10,000 രൂപ മതി ഒരു ലോട്ടിൽ നമുക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഒരു 15,000 രൂപയ്ക്കകത്ത് മതി ഒരു ലോട്ടിൽ ഈസി ആയിട്ട് എൻട്രിയും എക്സിറ്റും എടുക്കാനായിട്ട്. അതേസമയം ഓപ്ഷൻ സെല്ലറിലാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ എങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് സാധാരണക്കാർക്ക്, അതായത് ഇപ്പം മിഡിൽ ക്ലാസ്സിന് അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കണം എന്നുള്ള നിറച്ച് യങ്സ്റ്റേഴ്സ്, നിറച്ച് ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും ഇന്ത്യക്ക് പുറത്തുമുണ്ട്. അപ്പം ഇവരെല്ലാം ഓപ്ഷൻ ബയറിൽ കൂടുതൽ താല്പര്യമാണ്. പക്ഷേ ഇതിനകത്ത് ഇവരെല്ലാം പേടിപ്പിക്കുന്ന കാര്യം, ഇവരെല്ലാം മറ്റുള്ള സെല്ലേഴ്സ്, ഓപ്ഷൻ സെല്ലേഴ്സ്, മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും പേടിപ്പിക്കുന്ന കാര്യം, ഓപ്ഷൻ ബൈയിങ്ങിന് പോകരുത്, കാശ് പോകും, പ്രീമിയം മെൽട്ടാകും, അങ്ങനെ ഒരു എൻട്രിയോ ഒരു എക്സിറ്റോ എടുക്കാൻ ഇവരെ പേടിപ്പിക്കും. എന്നിട്ട് ഇവരെ ഓവർ ട്രേഡ് ചെയ്യാനായിട്ട് അവർ പ്രേരിപ്പിക്കും. അതായത് എവിടെ എൻട്രി എടുക്കണം എന്ന് അറിഞ്ഞൂടാ, എവിടെ എക്സിറ്റ് ആകണമെന്ന് അറിഞ്ഞൂടാ. ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ മുകളിലോട്ടൊക്കെ പെട്ടെന്ന് ഒരു സ്പൈക്ക് പോകുമ്പം അവിടെ ചാടിക്കയറും, അതുപോലെ ഒരു സ്പൈക്ക് താഴെ വരുമ്പോൾ അവിടെ ചാടിക്കയറും. ഇതുകൊണ്ട് തന്നെ നിറച്ച് ഓപ്ഷൻ ബയറിന് ഫെയിലിയർ ആണ് എന്നുള്ളത് നിറച്ച് ഈ ബ്രോക്കർമാർ കൂടെ അവരും അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ഒരു ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇരുന്ന് ഒരു ദിവസം ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ആലോചിക്കുക. വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാര്യത്തിൽ ഈ പേടി എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്, നോളേജ് വളരെ കുറവാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, പ്രീമിയം മെൽറ്റ് ആവുന്നുണ്ടോ ഓപ്ഷൻ ബയറിന് പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ്. പക്ഷേ എപ്പോഴും ഏത് സ്ട്രൈക്കിൽ എത്ര മെൽട്ടാകും എന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ, അല്ലേ, അതിനെക്കുറിച്ചുള്ള പഠനം നടത്തി കഴിഞ്ഞാലോ, എങ്കിൽ നമ്മൾ കാശ് പോകില്ലല്ലോ, അല്ലേ. അതായത് ഈ പ്രൈസ് ലെവലിൽ വരുമ്പോൾ ഇതിന് താഴെ മെൽട്ടാകാൻ പോകുന്നില്ല, എന്നിട്ട് ഇവിടെ നിന്ന് ഒരു റിവേഴ്സലായിട്ട് ഇത്രയും ദൂരം പോകും, ഇത്രയും ദൂരം പോയേ പറ്റൂ, അതാണ് അതിൻ്റെ വിധി, അല്ലേ. പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ തിരിച്ച് താഴോട്ട് വരാം എന്നുള്ളതല്ലാതെ. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ എടുക്കുക, പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബയർ ഒരിക്കലും ഫെയിലിയർ ആകത്തില്ല. നല്ല സക്സസ്ഫുൾ ട്രേഡറായിട്ട് നമുക്ക് നല്ലൊരു സ്ട്രോങ് ഫൈറ്റ് ഓപ്ഷൻ സെല്ലറിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഓപ്ഷൻ ബയറിന്. ഇത് ഞാൻ ഈ ലെവൽ ഇവിടെ എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൻ്റെ കുറച്ച് കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടും പിന്നെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ കുറച്ച് ന്യൂവാൻസസ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ ഈ ലെവൽ എടുത്തിരിക്കുന്നത്. ഇത് ഫ്ലാറ്റ് ഓപ്പണായി, ഇത് നിഫ്റ്റി ഫ്യൂച്ചറാണ്, 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഫ്ലാറ്റ് ഓപ്പണായി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് താഴെ വരുമ്പം, ഇവിടെ വരുമ്പം 22,150 വരുമ്പം 22,150ൻ്റെ CE 90 രൂപയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ വരുമ്പോൾ 22,350 വരികയാണെങ്കിൽ, താഴോട്ട് വരാതെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ 22,350ൻ്റെ PE 110 രൂപയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അത് സ്റ്റഡി ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. നിന്നില്ലെങ്കിൽ എങ്ങനെയാണ്, സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കുക. നിങ്ങൾ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.